മുഖ്യമന്ത്രി വി ഡി സതീശൻ വലിയ വൈബിലാണ് നിൽക്കുന്നത്. ആ വൈബ് മന്ത്രിസഭയ്ക്കുണ്ടോ എന്നുള്ളതാണ്. കാരണം വി ഡി സതീശൻ വിചാരിച്ച തരത്തിൽ മന്ത്രിസഭ വികസനം എത്തിയോ? അത് പൂർണ്ണമായും അദ്ദേഹം ഉദ്ദേശിച്ച പോലെ പോയിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം സണ്ണി ജോസഫിന് റവന്യൂ കൊടുക്കുമെന്ന് പറഞ്ഞ് ഏതാണ്ട് അദ്ദേഹം ഉറപ്പിച്ചതാണ്. അതുപോലും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെ എ.പി. അനിൽകുമാർ തട്ടിക്കൊണ്ടുപോയി. അത് KC-യുടെ സമ്മർദ്ദത്തിൻ്റെ പുറത്താണെന്നാണ് വ്യാഖ്യാനം. അപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇരുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു KPCC പ്രസിഡന്റ് എന്നുള്ള തസ്തിക, അല്ലേ? അവിടെ ഇരുന്ന ഒരാളിന് കൊടുക്കുന്ന ഒരു തസ്തിക റവന്യൂ പോലെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കണമെന്ന് വി ഡി സതീശൻ ആഗ്രഹിച്ചിരിക്കാം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും അതിനാദ്യം പിന്തുണ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞത് എ.പി. അനിൽകുമാറിലേക്ക് വന്നു. എന്നിട്ട് വൈദ്യുതി കൊണ്ട് അദ്ദേഹത്തിന് സണ്ണി ജോസഫിന് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഏതാണ്ട് മന്ത്രിസഭാ വികസനത്തിൽ വന്ന പ്രധാന കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഉദ്ദേശിക്കാത്ത പലയിടത്തും പോയിട്ടുണ്ടാവും എന്നത് തന്നെയാണ് നിഗമനം. അതിൽ ആഭ്യന്തരം വിജിലൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് പോയി. അത് മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ട എല്ലാ മുഖ്യമന്ത്രിമാരും പൊതുവെ കയ്യിൽ വെച്ചിരുന്നതാണ്, ഉമ്മൻചാണ്ടി ഒഴികെ. വി എസിന്റെ കാലത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന പ്രതിസന്ധി നമുക്കറിയാമല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ ആ വകുപ്പെടുത്തപ്പോൾ അദ്ദേഹത്തിന് പല പ്രതിസന്ധികൾ വന്നതാണ്. പക്ഷേ പിന്നെ കോടിയേരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. കോടിയേരി ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിണറായി പറയുന്നതിൽ ചിലതും പിന്നെ വി എസ് പറയുന്നതിൽ ചിലതും ഒക്കെ കേട്ട് പോകുന്ന ഒരു ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന് ഗുണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ വരുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും വിശ്വസിച്ചാണ് വി ഡി സതീശൻ അത് കൊടുത്തിരിക്കുന്നത്. തൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുമ്പോൾ തീർച്ചയായും അതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ഫിനാൻസ് വകുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം കൂടി ആയിരിക്കാം ആ വകുപ്പ് ഏറ്റെടുത്തത്. കാരണം ഏറ്റവും ചീത്തയാകാൻ സൗകര്യമുള്ളൊരു വകുപ്പാണ് ഫിനാൻസ് വകുപ്പ്. ഫിനാൻസിൽ അടിയന്തരമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവും. വലിയ പദ്ധതികളാണ് അവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടിലെ സൗജന്യം നമ്മൾ കണ്ടു, അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. സാമ്പത്തികം നല്ല രീതിയിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് തകർന്നു പോകും. KSRTC എന്ന് പറയുന്ന സെക്ടർ തകർന്നു പോകും. അതുമാത്രമല്ല, പ്രൈവറ്റ് സെക്ടറുകാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ എങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകും എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടിലേക്ക് മുഴുവൻ സൗജന്യമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓട്ടം കുറയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ ഇതിലൊന്നുമല്ല, ഇതിനേക്കാൾ വലിയൊരു സാധനം 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കുമ്പോഴാണ് സർക്കാരിന് വീണ്ടും പ്രതിസന്ധികൾ വരുന്നത്. പിന്നെ പലിശരഹിത വായ്പ 25 ലക്ഷം വരെ, പിന്നെ 1000 രൂപ വീതം വിദ്യാർത്ഥിനികൾക്ക്. ഇതൊക്കെ വലിയ ഭാരിച്ച ചെലവ് വരുന്നതാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഇന്ദിര ഹോട്ടലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് ഭയങ്കരമാണ്. ആ കോസ്റ്റുകൾ കണ്ടെത്തുന്നത് ഒരു വലിയ ജോലിയാണ്. വയോജനങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ സാമ്പത്തികം കണ്ടെത്തണം. സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അത് എങ്ങനെ അദ്ദേഹം തരണം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. കാരണം ഈ ഖജനാവിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലത്തെ അത്ഭുതങ്ങളൊന്നും അവിടെ ഇല്ല. 4000 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 6000 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 6000 കോടി വന്നുപോയി എന്ന് നിൽക്കുന്ന ഒരു തുകയാണ്. അതൊന്നും ഒരു ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം, കേരള സർക്കാരിൻ്റെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥായിയായ ഒന്നുമല്ല. 5 ലക്ഷം കോടിയുടെ കടമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാധ്യതകൾ വരുന്നുണ്ട്. ഇനി കടമെടുക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു. കിഫ്ബി പോലും എടുക്കാവുന്നതിൻ്റെ മാക്സിമം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കിഫ്ബി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലെ ഒരു വലിയ വിഷയമാണ്. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വരാനുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികൾ നല്ല രീതിയിൽ നടത്തണം. എല്ലാ രോഗികൾക്കും കിടപ്പ് സൗകര്യം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.
ശ്രീ കെ മുരളീധരൻ. അതെങ്ങനെ ഒരുക്കും? അത് ഒരുക്കണമെങ്കിൽ വലിയ സന്നാഹം ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികം, ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട്. അത് നിറവേറ്റാനുള്ള വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാന വകുപ്പുകളിൽ പലതും വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. വിദ്യാഭ്യാസം ഇപ്പോഴും ലീഗിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളും ലീഗിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഷിബു ബേബി ജോൺ വനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഖജനാവിനേക്കാൾ കൂടുതൽ ധനം ലഭ്യമാക്കുന്ന സ്ഥലങ്ങളാണ് വനം. അത് കോൺഗ്രസിൻ്റെ കയ്യിലല്ല. അതുപോലെ ഫിഷറീസ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കോടികൾ മറിയുന്ന ഒരു സ്ഥലമാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. നീണ്ടകര മാത്രം ഒരു ദിവസം 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത്. ഒരു ദിവസം വരുന്ന ബോട്ടുകൾ 200ഓളം ബോട്ടുകൾ അവിടെ ഉണ്ട്. ആ ബോട്ടുകളിലൊക്കെ ഇങ്ങനെ ലക്ഷങ്ങൾ, 50 ലക്ഷത്തിൻ്റെയൊക്കെ ഒരു 50,000 മുതൽ 50 ലക്ഷം വരെയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന ബോട്ടുകളാണ് അവിടെ ഉള്ളത്. ആ ഒരു സ്ഥലത്ത് തന്നെ ഇത്രയും വരികയാണ്. അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10-15 മെയിൻ സെൻറ്ററുകളിൽ വലിയ വ്യാപാരങ്ങൾ നടക്കും. ഇതൊക്കെ കോടികൾ മറിയുന്നതാണ്. അതുപോലെ ഈ പൊടിമീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചെറിയ മീനുകൾ. അതിനെ പിടിക്കാൻ പാടില്ലെന്നാണ്. അതിനെ പിടിച്ചാൽ മത്സ്യസമ്പത്ത് നശിച്ചു പോകുന്നതാണ്. അപ്പം അതിനെയൊക്കെ ഊറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ പലരും ഒരുക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കോടികളാണ് ആ മന്ത്രിക്കും അതിൻ്റെ പാർട്ടിക്കും കിട്ടുക. അത് വളത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളാണ്. 1-2 പ്രാവശ്യം ചെയ്താലും മതി, അടി ഊറ്റി ഇങ്ങനെ എടുക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തപ്പം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധി പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെങ്ങനെ ലാറ്റിൻ ക്രിസ്ത്യൻ സഭ അംഗീകരിക്കുമെന്നുള്ളത് ഇപ്പോഴും പ്രശ്നമാണ്. പിന്നെ ഒരു ഗുണമുള്ളത് 63-ഉം ലീഗിൻ്റെ 22-ഉം ചേർന്നാൽ 85 ഉണ്ടെന്നുള്ളതാണ്. അത് 69-ഓ 68-ഓ ആയിരുന്നെങ്കിൽ പ്രതിസന്ധിയായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഫാദർ യൂജിൻ പരേജ അടക്കമുള്ളവരൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും വൻ ശക്തിയോടെ തിരിച്ചടിച്ചേനെ. ഇനിയും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ മന്ത്രിസഭയ്ക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ജനകീയനായി നിൽക്കാനായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം തുടരുന്നത്. കാരണം ജനകീയനായി നിന്നാൽ ജനങ്ങൾ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആക്കിയതിലും ആ ഒരു വലിയ ജനപിന്തുണയായിരുന്നു. തീർച്ചയായിട്ടും ആ ജനപിന്തുണ ഇനി അതിനേക്കാൾ കൂടുതൽ ആർജിക്കണമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കാരണം അതിപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. തീർച്ചയായിട്ടും ആശ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ കേരളയിൽ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, സ്ത്രീകളെ മുഴുവൻ കയ്യിലെടുക്കുന്ന ഒരു സംഗതിയാണ്. നേരെ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ വയോജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടുന്ന സംഗതിയാണ് ഇപ്പം നടപ്പിലാക്കാൻ പോകുന്നത്. ഒരു ആശ്വാസമെങ്കിലും വയോജനങ്ങൾ കിട്ടുന്നില്ല. അതിന് പ്രത്യേക വകുപ്പുമൊക്കെ ആയിട്ട്. ആ വകുപ്പ് വേണോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഖജനാവിലേക്ക് പണം ഇങ്ങനെ ദൂർത്തടിക്കാനായിട്ട് വേറൊരു വകുപ്പ് വേണോ, അതോ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ടതാണ്. എന്തായാലും അങ്ങനെ ജൻസികൾക്ക്, വയോജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് 3 സെക്ടറിന് ഒന്ന് കയ്യിലെടുക്കുന്ന വിധത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രസ് കോൺഫറൻസുകൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പ്രസ് കോൺഫറൻസിലെല്ലാം വളരെ ജനകീയനാകാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി നാളെ ഇറങ്ങിപ്പോകാൻ ഒരു സാഹചര്യം വന്നാൽ, അയ്യോ പോകല്ലേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ജനതയെ തനിക്ക് ചുറ്റും സൃഷ്ടിക്കുക എന്നുള്ളത് വി.ഡി. സതീശൻ്റെ ഒരു ജോലിയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിനും കൂടെ അദ്ദേഹം തൻ്റെ പ്രസ് കോൺഫറൻസുകൾ ഉപയോഗിക്കുമെന്നുള്ളത് നമ്മൾ 2 ദിവസത്തെ പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ മനസ്സിലായി. പൂക്കി സതീശൻ എന്ന് പറഞ്ഞ് നമ്മുടെ യുവജനങ്ങൾക്കെല്ലാം വലിയ തൃപ്തിയിലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിറക്കും ചിരിയും ഒക്കെ അത് വളരെ യുവാക്കൾക്ക് വലിയ തൃപ്തിയായിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങളിൽ മോഡേൺ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം, പിള്ളേർക്ക് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ബൈക്കും കാറും ഒക്കെ ഓടിക്കാമെന്ന് പറയുന്നതും പിള്ളേർക്ക് വലിയ തൃപ്തിയായിട്ടുണ്ട്. അത് നിയമം അതിനനുശാസിക്കുന്നില്ലെങ്കിലും അതിന് പഴുതുകൾ ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ജൻസികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, വൃദ്ധർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, സ്ത്രീകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് തനിക്കെതിരെ വരുന്ന ചെറിയ ചെറിയ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് മന്ത്രിസഭയെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വി.ഡി. സതീശൻ കരുതുന്നത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്.